കോൺഗ്രസിനെ പുതിയ കോൺഗ്രസ് ആക്കി മാറ്റിയെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പത്തെ അമരക്കാരന് മൈക്ക് കെട്ടി പറയുന്നത്. ഇത് വെറുതെ പുതിയതായതല്ലത്രേ, ഓടി നടന്ന് പുതിയതാക്കിയതാണ്. ഓട്ടെന്ന് പറഞ്ഞാല് ഏകദേശം സൂര്യൻ ഉദിക്കണതിന്റെ ഒപ്പം തന്നെ മൂപ്പര് ഓടാൻ തുടങ്ങും. രാവിലെ 7 മണി 8 മണിക്ക് ഓട്ടം തുടങ്ങിയാൽ രാത്രി 12 മണി വരെ ഓടുന്നത് എന്തിനാ? നിങ്ങളെ ഇങ്ങനെ ഒന്നും കിട്ടാനില്ലേ? അങ്ങനെ കുറെ ഓടി നടന്നു നോക്കി. അപ്പതാ ഒരു മുതൽ മുടക്കും ഇല്ലാതെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കുറച്ച് ആളുകളെ ഇങ്ങനെ സദസ്സിൽ കൊടുത്തിരുത്തി. ഒരു മുതലും മുടക്കുമില്ലാതെ നിങ്ങളെ ഉണ്ടാക്കി തന്ന ഈ സദസ്സിന് നിങ്ങളോട് നന്ദി പറയാനാണ് ഇത് പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞ പോലെ ഇത് പഴയ കോൺഗ്രസ് ഒന്നും അല്ലാന്ന്. പഴയ കാലത്തെ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ പലരും കോൺഗ്രസിൽ കലാപമാണ് എന്ന് പറയണേ. കോൺഗ്രസിനകത്ത് കലാപമാണെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് എന്ന് ഞാൻ തിരിച്ചു പറയും. അപ്പൊ കലാപത്തിന് ചുവപ്പുകൊടി കാട്ടി വെടിനിർത്തല് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് കേരളത്തിലില്ല. ഇപ്പൊ നല്ല സ്നേഹത്തിലാണ്. മൈക്കിന് വേണ്ടിയുള്ള അടികൂടലൊക്കെ നിർത്തി സ്വന്തമായിട്ട് മൈക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ തുടങ്ങി. വളരെ സ്നേഹത്തിലും ഐക്യത്തിലുമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇത് പോകുന്നത്. പഴയകാല കോൺഗ്രസ് അല്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ പരിപാടിയുടെ തന്നെ തുടക്കം ഒന്ന് കണ്ടുനോക്കിയാലോ? ഈ പ്രശ്നമില്ലാത്ത കോൺഗ്രസ് എങ്ങനെയെന്നൊന്ന് കണ്ടുനോക്കുക. വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല, വരണമെന്ന് കരുതിയതുമല്ല. ഇവിടെയുള്ള വരവ് യാദൃശ്ചികമാണ്. അപ്പൊ നിങ്ങളെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ലേ? ക്ഷണിച്ചോടെന്ന് ചോദിച്ചാൽ ക്ഷണിച്ചിട്ടില്ല. ഇത് ആര് ക്ഷണിച്ചിട്ടാ ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ? ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ. ക്ഷണിച്ചോടെന്ന് ചോദിച്ചാൽ ക്ഷണിച്ചിട്ടില്ല. KPCCയുടെ പ്രസിഡന്റാണ് ഒരു പരിപാടിക്ക് വന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ലാന്ന്. കോഴിക്കോട് എത്തിയപ്പോൾ ലേഖനം കിട്ടി. കോഴിക്കോട് നിന്ന് ഒരു വണ്ടി കിട്ടിയപ്പോ ഇങ്ങോട്ട് പോന്നു. രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ മീറ്റിംഗ് ഉണ്ട്. ഇത്രയും വലിയ പരിപാടിക്ക്, അതും തലേന്ന്. അങ്ങനെയാണോ നിങ്ങളെ വിളിച്ചത്? വേണ്ട, ഇനി ചോദിക്കണ്ട, മാനക്കടാണ്. ഏയ്, അതും KPCC പ്രസിഡന്റിന്. അത് ക്ഷണം പോയിട്ട് ഒരു ക്ഷാ പോലും ആയിട്ടില്ല. വേണമെങ്കിൽ വന്നോട്ടേ എന്നുള്ള ലൈനാണ്. രാത്രി വിളിച്ചിട്ട് ഒന്ന് വരുമോന്ന് ചോദിച്ചപ്പോക്ക് വണ്ടി പിടിച്ചു വന്ന ആ പ്രസിഡന്റിനെ നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ലല്ലോ അണികളെ. ഓക്കെ, പക്ഷെ ഞമ്മക്ക് നിങ്ങള് നേരത്തെ പറഞ്ഞതൊന്നുകൂടെ കേട്ടു നോക്കുക. ഐക്യൊക്കെ ഉണ്ട്, പക്ഷെ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കണമെങ്കിൽ തലേന്ന് മാത്രമേ വിളിക്കൂ. എന്നാലും പാവം വരും. എന്താ കാരണം എന്നറിയോ? 8 വർഷം ഭരിക്കുന്നു. 8 വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു. ഇനി അത് സഹിക്കാൻ കഴിയൂല. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഭരണം കിട്ടണം. നിങ്ങൾക്ക് നല്ല സമയമാണ്, സാഹചര്യമാണ്. അതെന്റെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി അപേക്ഷിക്കട്ടെ. അധികാര രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു. കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടിയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് കിട്ടിയ നേട്ടം, അതിന്റെ പുറത്ത് ഒരു 10% കൂടുതലല്ലാതെ 1% പോലും കുറയാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപുരസ്സരം ആവശ്യപ്പെടുകയാണ്. 1.5% കുറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? കുറഞ്ഞെങ്കിൽ ആ ബന്ധപ്പെട്ട മണ്ഡലത്തിലെ നേതാക്കന്മാർക്ക് നേരെ പാർട്ടി തലത്തിലുള്ള നടപടികൾ എടുക്കേണ്ടി വരും. അപ്പൊ സ്ഥാനം പോകാതിരിക്കാന് ഭാരവാഹികൾ പണിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ K. സുധാകരന് അണികളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഓട്ടം തുടങ്ങാണ്. സഹകരിക്കുക.